and today we are going to discuss about IELTS writing task 1, which is graph writing for academics. അപ്പോൾ എല്ലാവർക്കും ലൈവ് സെഷനിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം നമുക്ക് കഴിഞ്ഞ വീക്കിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു നോക്കാം. നമ്മൾ പ്രീവിയസ് വീക്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ട്രെൻഡ്സ് എന്താണ്, ചേഞ്ചസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടുഡേസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. As you guys might find, I am feeling a bit under the weather, so I really believe that you students would cooperate with me. അപ്പം IELTS അക്കാഡമിക് ഗ്രാഫ് റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഇത് ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ് ജോണി, ഗുഡ് മോർണിംഗ് എന്നല്ല, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ദി വ്യൂവേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീക്കിൽ ഓൾറെഡി 2 ടൈപ്പ് ഓഫ് ഗ്രാഫ് പറഞ്ഞിട്ട് ഇഫ് ദർ ആർ എനി സ്റ്റുഡൻസ് ദേ ക്യാൻ റെസ്പോണ്ട് ഏതൊക്കെയായിരുന്നു എന്ന്. So, most of the students would know that there are different type of questions in task 1. അപ്പോൾ മെയിൻലി എന്തൊക്കെയാണ് ഗ്രാഫ്, ചാർട്ട്സ്, ടേബിൾ. അതിൽ നമ്മൾ കഴിഞ്ഞ ലൈവിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് ടേബിൾസ്, ഹൗ ടു റൈറ്റ് എ ടേബിൾ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കേസിൽ ട്രെൻഡ്സ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഓവർവ്യൂ എങ്ങനെയൊക്കെ ബോഡി പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ ലൈൻ ചാർട്ട് സെയിം ട്രെൻഡ്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ട്രെൻഡ്സ് അതെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അതർ ദാൻ ദാറ്റ് ദർ ആർ സർട്ടൻ അതർ ക്വസ്റ്റ്യൻസ് ലൈക്ക് പൈ ചാർട്ട് വരാം, ഇല്ല ബാർ ചാർട്ട് വരാം, അല്ല എങ്കിൽ പ്രോസസ് ഡയഗ്രാം ഓഫ് ഫ്ലോ ചാർട്ട്, അല്ലെങ്കിൽ മാപ്പ് ഓർ ലേഔട്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടാസ്ക് 1 ഗ്രാഫ് റൈറ്റിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ വി ആർ ഓൾറെഡി ഗ്രാഫ് ഐറ്റംസ് 1-2 ഡിസ്കസ് ചെയ്ത്. സോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രോസസ് ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്. അപ്പോൾ എന്തായിരിക്കും ഒരു പ്രോസസ് ഡയഗ്രാം, വാട്ട് ഈസ് എ പ്രോസസ് ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് റൈസ. അപ്പോൾ എന്താ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്ലാസ്സസ് ഡിസ്കസ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രോസസ് ഡയഗ്രാം. എന്താവാം പ്രോസസ് ഡയഗ്രാം? ഇറ്റ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻസ് ഫ്രം അതർ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട്. അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പ്രോസസ് ഡയഗ്രാം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരുമ്പോൾ. സോ പ്രോസസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, ഒരു പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് കാണും, എന്തോ ഒരു പ്രോസസ്സ് നടന്നു, എന്തോ ഒരു കാര്യം നടന്നു. ലൈക്ക് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒറ്റയടിക്ക് നടക്കുന്നൊരു കാര്യമാണ്. അല്ല നമുക്കവിടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ചേഞ്ച് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കുറേ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ്, അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രോസസ് ഡയഗ്രാം വരുന്നത്. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരുമ്പോൾ എന്താണ് ഒരു ഇവൻറ്റ്സ് ഫ്ലോ ചാർട്ടിൻ്റെ ബൈ മീൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ചില കേസസ് ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും, ചില കേസസ് വരുമ്പോൾ അത് ഫ്ലോ ചാർട്ടായിട്ടായിരിക്കും. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബ്ലോക്ക് ഡയഗ്രാം ആയിട്ടായിരിക്കും തരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഡയഗ്രാമായിട്ട് തരുന്നത് ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പിൽ എന്താണ് നടക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് മെൻഷൻ ചെയ്ത് പോകുമായിരിക്കും പ്രോസസ് ഡയഗ്രാമത്തിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സോ ദിസ് ഈസ് എ ഫ്ലോ ചാർട്ട്. പ്രോസസ് ഫ്ലോ ചാർട്ടാണ്, ഡയഗ്രാം അല്ല, ഇതൊരു ഫ്ലോ ചാർട്ടാണ്. സോ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബ്ലോക്സ് ആയിട്ട് ഓരോ സ്റ്റേജസ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും പ്രോസസ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് ദ ഡയഗ്രാം ബിലോ ഷോസ് ദ മൾട്ടി സ്റ്റേജ് പ്രൊഡക്ഷൻ ഓഫ് പിയർസ് ആസ് എ ക്യാൻഡ് ഫ്രൂട്ട്സ്. സോ എന്താണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്? പിയറിനെ ഒരു ക്യാൻഡ് ഫ്രൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജസ് ആണ് തന്നിരിക്കുന്ന സ്റ്റെപ്സ്. സോ ഫസ്റ്റ് എന്താണ്, കഴിഞ്ഞ സെഷൻസിലും പറഞ്ഞിരുന്നു, ലൈക്ക് ഒരു ടാസ്ക് 1 ആയാലും ടാസ്ക് 2 ആയാലും ക്വസ്റ്റ്യൻ കിട്ടിയാൽ ടേക്ക് സം ടൈം, ദെൻ അനലൈസ് ദ സ്റ്റെപ്സ്. ഓക്കെ, മറ്റ് കേസസിൽ എന്തായിരുന്നു, ഗ്രാഫുകളാണെങ്കിൽ ടേബിൾ ആണെങ്കിൽ എന്താണ്, അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ട്രെൻഡ്സ് ഉണ്ട്, അവിടെ എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്.
പക്ഷേ ഈ ഒരു കേസിൽ പ്രോസസ്സ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രത്തിൽ നോക്കുക. ടോട്ടൽ എന്തൊക്കെ സ്റ്റേജസ് ആണുള്ളത്, എത്ര സ്റ്റേജ് ഉണ്ടെന്ന് നോക്കുക, എവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, ഇൻ ബിറ്റ്വീൻ എത്ര സ്റ്റേജസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഒബിയസ്ലി എന്താണ് കളക്ടിങ് ദ പിയേഴ്സ് അല്ലേ, അതായിരിക്കും ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വുഡ് ബി എന്തായിരിക്കും ആഫ്റ്റർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഈ സാധനം ഡിസ്പേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുന്നു. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ്സിലേക്ക് അത് സെയിലിന് വിടുന്നു. ഇതായിരിക്കും സ്റ്റാർട്ട് ആൻഡ് എൻഡ്. സോ ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടല്ലേ, ലൈക്ക് പിക്ക് ചെയ്ത സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനെ വാഷ് ചെയ്യണം, ക്വാളിറ്റി ടെസ്റ്റ് നടത്തി അതിൽ ബെറ്റർ ആയിട്ടുള്ള സാധനം നല്ലത് റോട്ടനായിട്ടുള്ള പിയേഴ്സിനെ കളയണം. അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ അനലൈസ് ചെയ്യുക. സോ ഈ ഒരു കേസിൽ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഹാൻഡ് പിക്കിംഗ്. ഹാൻഡ് പിക്കിംഗ് എന്നുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? സോ പിക്കിംഗ് അപ്പ് ദ പിയേഴ്സ്, അതായത് കളക്ട് ചെയ്യാണ്. ട്രീസിൽ നിന്നാകാം, എനിവേ പ്ലക്ക് ചെയ്യുക, മരത്തിൽ നിന്ന് പ്ലക്ക് ചെയ്തെടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുക. സോ ഹാൻഡ് പിക്കിംഗ് ബൈ ചൂസ് ചെയ്യുക, പിയേഴ്സ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് ഹാൻഡ് പിക്കിംഗ്. ദെൻ എന്താണ് കളക്ട് ചെയ്ത പിയേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ വി ആർ ട്രാൻസ്പോർട്ടിങ് ഇറ്റ് ടു ദ ഫാക്ടറീസിലേക്ക് അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ട്രാൻസ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റത്തിനെ നമ്മൾ വാഷ് ചെയ്യും. ആഫ്റ്റർ വാഷിങ് നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത്, ക്വാളിറ്റി ചെക്കിലേക്ക് വിടും. ക്വാളിറ്റി നമ്മൾ എല്ലാ കേസിലും കേൾക്കാറുണ്ട്, ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു ക്വാളിറ്റി ചെക്ക് കാണും അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് കാണും. സോ സെയിം ദ കേസ് ഹിയർ, ആ കൊണ്ടുവന്ന പിയേഴ്സിൽ എത്ര എണ്ണം അവരുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ എത്ര എണ്ണം ചീത്തയാണ്, ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് ചീത്ത, അവരുടെ ആ ക്വാളിറ്റീസ് ചെക്ക് ചെയ്യും. അതിൽ നല്ലത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, കോൾഡ് സ്റ്റോറേജിലേക്ക് പോകും. കോൾഡ് സ്റ്റോറേജിൽ അതിനെ സ്റ്റോർ വെച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അതെടുത്തിട്ട് വെയ്റ്റും ഗ്രേഡിങ്ങും, അതായത് ഇപ്പോൾ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുക, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എനിത്തിങ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഒരേ ക്വാളിറ്റിയാണ്, പല ഗ്രേഡിലായിരിക്കും വരുന്നത്, പല വെയ്റ്റിലായിരിക്കും വരുന്നത്, അതിനനുസരിച്ചാണ് പ്രൈസിങ് പോകുന്നത്. സോ എന്താണ്, അപ്പോൾ സ്റ്റോറേജിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് വന്നു, ആ ക്വാളിറ്റി ഐറ്റംസ് തന്നെ അതിലും ഡിഫറൻസ് ആണല്ലോ, ആ ഡിഫറൻസ് അനുസരിച്ച് തന്നെ ഗ്രേഡ് ചെയ്യുന്നു, അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ആൻഡ് ഗ്രേഡ്സ് പോകുന്നു. ഇനി അതിനനുസരിച്ച് ഈ ഗ്രേഡിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ്, ഇതിനെ പീൽ ചെയ്യുന്നു. പീൽ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നു. ആൻഡ് ഇവിടെ നമ്മൾ ഒരു ക്യാൻ ഫ്രൂട്ട് ആക്കുകയാണ്. സോ എന്താണ്, അതിനെ സ്ലൈസ് ചെയ്യണം, അതിനുള്ള സീഡ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലൈസിങ് ആൻഡ് കോറിങ് ആണ്. ഇനി സ്ലൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെയിൻ പ്രോസസ്സ് എന്താണ്, ക്യാൻ ചെയ്യുന്നു. ക്യാൻ ഫ്രൂട്ടാണ്. സോ ഒബ്വിയസ്ലി എന്താണ് അവിടുത്തെ സ്റ്റെപ്പ്, ക്യാനിങ് ആണ്. ക്യാനിങ് ചെയ്തതുകൊണ്ട് കഴിയുന്നില്ല, അതിനെ സീൽ ചെയ്യണം. സീൽ ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് കുറേ നാൾ ലോങ് ലാസ്റ്റ് ഷെൽഫ് ലൈഫ് കാണും. സോ സീലിംഗ് കഴിയുമ്പോൾ ദെൻ എന്താണ്, ആ സീൽ ചെയ്ത ഫ്രൂട്ട്സിനെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യും. സോ കുക്ക് ചെയ്യുന്ന വഴി അത് സ്റ്റെറിലൈസ്ഡ് ആവുന്നുണ്ട്. സ്റ്റിൽ എന്താണ്, ആ ഒരു ക്യാൻഡ് പ്രൊഡക്റ്റിനെ കുക്ക് ചെയ്യാതെ സ്റ്റെറിലൈസ് ചെയ്യും. ദെൻ ലേബലിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ കമ്പനിയുടെ നെയിമിങ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, എന്ത് പ്രൊഡക്റ്റാണ് അങ്ങനത്തെ ലേബിൾസ് അതിൽ ലേബൽ ചെയ്യും അല്ലെങ്കിൽ അതിൽ നെയിം ചെയ്യും. ദെൻ ലേബലിംഗ് കഴിഞ്ഞപ്പോൾ പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് ആയി. ഇനി എന്താണ്, പ്രൊഡക്ഷൻ ഫിനിഷ്ഡായി. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യും. അതായത് ഫർദർ ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാത്തിനും ഒരുമിച്ച് സ്റ്റോർ ആക്കും. എന്നതിന് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിസ്പാച്ചാണ്. അല്ലെങ്കിൽ എന്താണ്, സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്സിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ഇതാണ് ബേസിക് സ്റ്റെപ്സ്. അപ്പോൾ അൺലൈക്ക് ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾ, ഈ കേസസ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്, ഇവിടെ ഒരു ട്രെൻഡായിട്ട് നമുക്ക് പറയാനില്ല. ഇവിടെ മോസ്റ്റ്ലി ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അല്ലേ, ഇവിടെ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ടു ഡിസ്പാച്ച് വരെ ഒരു സർട്ടൺലി അറൗണ്ട് 14 സ്റ്റെപ്സ്, മൊത്തത്തിലൊരു 14 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ 14 സ്റ്റെപ്സാണ് ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു 14 സ്റ്റെപ്സാണ് നമ്മൾ നമ്മുടെ ടാസ്ക് 1 അല്ലെങ്കിൽ ഗ്രാഫ് റൈറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ്സ് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഓവർവ്യൂ എന്ന് പറയുന്നു. നമ്മൾ ഈ ഓവർവ്യൂ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ആൻ ഓവർവ്യൂ ഇൻ ടാസ്ക് ഉണ്ട് എസ് എ ഗ്രാഫ് റൈറ്റിങ്ങിൽ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വാട്ട് ഈസ് ആൻ ഓവർവ്യൂ. ഈ ഒരു കേസിൽ നിങ്ങളിപ്പോൾ ഓവർവ്യൂ എഴുതും. എങ്ങനെ എഴുതും, ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ
ടേബിൾ അങ്ങനത്തെ ചാർട്ട്സിൻ്റെ കേസിലുള്ള ഓവർവ്യൂ എന്ന് പറയുന്നത് നോട്ടീസബിൾ ആയിട്ടുള്ള ട്രെൻഡാണ് അല്ലെങ്കിൽ ചേഞ്ച് ആണെന്ന് പറയുന്നു. സോ ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും ഓവർവ്യൂ എഴുതുന്നത്? സോ ഹൗ വുഡ് യു റൈറ്റ് ദ ഓവർവ്യൂ ഹിയർ? ഇവിടെ എന്തായിരിക്കും അപ്പോൾ ഓവർവ്യൂ എഴുതാൻ പറ്റുന്നത്? പ്ലീസ് ഷെയർ യുവർ ഐഡിയാസ് ഇൻ കമൻറ്റ് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? എന്തായാലും ഗ്രാഫിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു കേസിൽ? ഇവിടെ നമുക്ക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഇവിടെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ആക്ഷൻസ് ആണ് കാണിക്കുന്നത്. സോ ഹൗ വുഡ് യു റൈറ്റ് ദ ഓവർവ്യൂ ഹിയർ? ഈ ഒരു കേസിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഓവർവ്യൂ എഴുതുന്നത്? ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇവിടെ ഒരുപാട് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ ഹൗ വുഡ് യു റൈറ്റ് ദ ഓവർവ്യൂ? ഈ ഒരു കേസ്, ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, ഇവിടെ ഒരുപാട് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. സോ യു ക്യാൻ സേ, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് മൾട്ടി സ്റ്റേജ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഓവർവ്യൂയിലേക്ക് നിങ്ങളത് കൺവേർട്ട് ചെയ്യുന്നത്? Introduction, as usual, the question would be rephrased. Introduction വേണമെങ്കിൽ എഴുതാം the flow chart describes the production of canned pear fruits. അങ്ങനെ പറയില്ലെങ്കിൽ describes the manufacturing process of pear as a canned fruit. ഓക്കെ, അങ്ങനെ പല രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യാം. the same thing, അതായത് എന്താണ് ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യുക. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ, പ്രോസസ് ഡയഗ്രാംസ് വരുമ്പോൾ ഓവർവ്യൂ ഈസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പ്രോസസ് ഡയഗ്രാം ഓർ ഫ്ലോ ചാർട്ട് വരുമ്പോൾ ഓൾവേസ് റിമെമ്പർ ടു റൈറ്റ് ദ ഓവർവ്യൂ. ലൈക്ക് എന്താണ് ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ എന്താ ഇൻ ആൻ ഓവർവ്യൂ ദർ ആർ മൾട്ടിപ്പിൾ സ്റ്റേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോംപ്ലക്സ് സ്റ്റേജസ് അല്ലേ? ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജ്, വേ ചെയ്യണം, പീൽ ചെയ്യണം, അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. സോ അങ്ങനെ പല സ്റ്റേജസിൽ കൂടെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ. അപ്പോൾ പറയാം ഇൻ ആൻ ഓവർവ്യൂ ദർ ആർ മൾട്ടിപ്പിൾ സ്റ്റേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോംപ്ലക്സ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് അല്ലെങ്കിൽ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്യാൻഡ് ഫ്രൂട്ട്സ്. Okay, you can mention that, and avade nirtharudhu, but how it begins and how it ends. So overview eduthumbol you should always mention, allengi it's better to mention the beginning stage and the ending stage. So ividuthe caseil beginning stage endana hand picking allengi in the collection of pears from vendors allengi farmers, whoever it is, to endana dispatch allengi endana to the products being in the market. സോ ഇതാണ് അവിടുത്തെ സ്റ്റേജസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയും. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹാൻഡ് പിക്കിംഗ് ആണെങ്കിൽ ഫൈനൽ സ്റ്റേജ് ഈസ് ദ ഡിസ്പാച്ച്. സോ ഓവർവ്യൂ എഴുതുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ നമുക്ക് ട്രെൻഡ്സായിട്ട് മെൻഷൻ ചെയ്യാനൊന്നുമില്ല. അപ്പം നമ്മൾ ഓവർവ്യൂ എഴുതുമ്പോൾ ചില കേസസ്, ഈ ഒരു കേസിൽ ഒരുപാട് സ്റ്റെപ്സ് ഉള്ളപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ സ്റ്റേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോംപ്ലക്സ് സ്റ്റേജസ് അങ്ങനെ പറയാം. അല്ല നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള സ്റ്റേജസ് ആണെങ്കിൽ okay, you can say there are this much, for example 6 stages ulla question aanengi para there are 6 major stages allengi steps involved this process starting from allengi beginning from this to ends with this angane parayam. Okay, ee oru case la aanengi parayam there are multiple allengi endana there are complex several steps involved in the process of allengi production of canned pears angane parayam alle, starting with the collection allengi hand picking of pears to the dispatch of the final product. So here the final product is the canned fruit. So angana parayam. But good morning Manisha, I hope that you can understand this section. So നമ്മൾ പ്രോസസ് ഡയഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ലൈൻ ഗ്രാഫും ടേബിൾസ് ഒക്കെയാണ് കഴിഞ്ഞ സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് പ്രോസസ് ഡയഗ്രാം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഓൾ ദ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ദി സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആസ് യൂഷ്വൽ റീഫ്രേസിങ് ദ ക്വസ്റ്റ്യൻ. യു ക്യാൻ റീഫ്രേസ് ഇറ്റ് ലൈക്ക് ഡിസ്ക്രൈബ് ദ, ഇവിടെ എന്താണ് ഫ്ലോ ചാർട്ടാണ്, ഒരു പ്രോസസ് ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു ഫ്ലോ ചാർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ പറയാം. ദെൻ എന്താണ് ഓവർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് എത്ര ഉണ്ട്, കൗണ്ടബിൾ ആണെങ്കിൽ, ലിമിറ്റഡ് ആണെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് ഇത്ര മെയിൻ സ്റ്റേജസ് ഉണ്ട്. ചില കേസസിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും, സ്റ്റെപ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് സ്റ്റേജസ് ആക്കാൻ പറ്റും. സോ ദർ ആർ മെയിൻലി ഇത്ര സ്റ്റേജസ് ഇൻവോൾവിങ് ഇത്ര സ്റ്റെപ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രാഫല്ല ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഡിപ്പെൻഡ് ചെയ്ത്. ഈ ഒരു കേസിൽ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല, പലതും പല സ്റ്റേജസ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്തെടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം.
Okay, I hope that you understand the first paragraph അല്ലെങ്കിൽ first introduction and overview മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ my question is, how would you describe the process in body paragraph? Body paragraphൽ എങ്ങനെയായിരിക്കും നിങ്ങളപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? I already mentioned all the stages, how to connect the stages and all. അപ്പോൾ എങ്ങനെയൊക്കെ ഈ ഒരു ബോഡി പാരഗ്രാഫിലേക്ക് ഈ പ്രോസസ്സിന് നിങ്ങൾ എഴുതും? അൺലൈക്ക് ഗ്രാഫ് അല്ലെങ്കിൽ ടേബിൾസ് ചാർട്ട് നമുക്കിവിടെ ഒരു ട്രെൻഡായിട്ട് പറയാനില്ല. ലൈക്ക് സിമിലർലി, ലൈക്ക് വൈസ്, അങ്ങനത്തെ ഒരു കേസസ്, അല്ലെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ് ടു, ഇൻ കോൺട്രഡിക്ഷൻ, ഹൗവർ, അങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് അല്ലെങ്കിൽ സിമിലർ ട്രെൻഡ്സ്, അങ്ങനത്തെ രീതിയിൽ ചേഞ്ച്, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ എന്താണ് പറയാൻ പോകുന്നത്? You have to describe the stages അല്ലേ? അപ്പോൾ ബോഡി പാരഗ്രാഫ് ഈസ് മെൻ ടു ബി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദി സ്റ്റേജസ്. അപ്പോൾ സ്റ്റേജസ് മെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെൻഷൻ ചെയ്യും? ലൈക്ക് നമ്മൾ മലയാളത്തിൽ പറയേണ്ട ആദ്യം ഇന്നതാണ് നടന്നത്, പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതിന് ശേഷം അല്ലേ? കണക്ട് ചെയ്ത് കണ്ടിന്യൂറ്റിയോടെയാണ് നമ്മൾ പ്രോസസ് ഡയഗ്രാം പറയേണ്ടത്. സിമിലർ ടു ദാറ്റ്, അതേ വേയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം. മലയാളത്തിലാണെങ്കിൽ നമ്മളൊരു കാര്യം, എന്തൊക്കെയോ ഒരു ഇവൻറ്റ് നടന്നത് പറയുമ്പോൾ എന്താണ്, അങ്ങനെ നടന്നു, പിന്നെ ഇങ്ങനെ നടന്നു, അതിനുശേഷം ഇങ്ങനെ നടന്നു. സോ അങ്ങനെ കണക്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ? സെയിം വേ ആണ് നമ്മൾ പ്രോസസ് ഡയഗ്രാം പറയുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് അങ്ങനെയൊന്നും പറയാനില്ല. നമ്മൾ ആ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ആ പ്രോസസ്സിൻ്റെ ഫ്ലോ അനുസരിച്ച് തന്നെ, അതായത് ഫസ്റ്റ് ഇന്ന സ്റ്റേജാണ്, ലാസ്റ്റ് ഇന്ന സ്റ്റേജ്, അങ്ങനെയല്ല പറയേണ്ടത്. ആ ഓർഡറിൽ തന്നെ അതിനെ കണക്ട് ചെയ്താണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സോ ഹൗ വുഡ് യു സ്റ്റാർട്ട് അല്ലെങ്കിൽ ബിഗിൻ ദ ബോഡി പാരഗ്രാഫ്? Good morning, Shiny. Okay, sorry. Good morning, Shiny. Good morning, Megha. Good morning, Sanu. All the students, a very good morning. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് ബോഡി പാരഗ്രാഫിലേക്ക് നമ്മൾ കടന്നു. ബോഡി പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബോഡി പാരഗ്രാഫ് എന്താണ്? സോ അൺലൈക്ക് ചാർട്ട് ആൻഡ് ഗ്രാഫ് ഓർ ടേബിൾസ്, ഈ ഒരു കേസ് പ്രോസസ് ഡയഗ്രാം വരുമ്പോൾ ബോഡി പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സോ ഫസ്റ്റ് എന്താണ് ഇവിടെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹാൻഡ് പിക്കിംഗ്. സോ അപ്പോൾ എന്ത് പറയാം? അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് ദ പിയേഴ്സ് ആർ കളക്റ്റഡ് ബൈ ഹാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പിക്ഡ് ബൈ ഹാൻഡ്, അല്ലെങ്കിൽ പ്ലഗ് ബൈ ഹാൻഡ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് പറയാം. എന്താണ് അറ്റ് ദ ബിഗിനിങ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കളക്ഷൻ ഓഫ് പിയേഴ്സ് ഹാസ് ബീൻ ഡൺ ബൈ ഹാൻഡ്, അല്ലെങ്കിൽ പിക്കിംഗ് ഓഫ്, അല്ലെങ്കിൽ എന്താണ് പ്ലക്കിംഗ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പിയേഴ്സ് ഫ്രം ദ വെൻഡേഴ്സ് ഓഫ് ഫാമേഴ്സ്. നമുക്ക് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് ഫ്രം ദ ഫാമേഴ്സ് ഓർ പിക്കിംഗ്, ആ ഒരു രീതിയിൽ പറയാം. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റേജ് അങ്ങനെ പറഞ്ഞു. ഇനി എങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് സെക്ഷൻസ് പറയാം. സോ ഹാൻഡ് പിക്ഡ് പിയേഴ്സ് ആർ ദെൻ ട്രാൻസ്പോർട്ടഡ് ടു ദ ഫാക്ടറീസ് അല്ലെങ്കിൽ ടു ദ ഇൻഡസ്ട്രീസ്, വിച്ച് ആർ ദെൻ വാഷ്ഡ്, ആഫ്റ്റർ വിച്ച് they are subjected to quality checking. Okay, I think you guys can follow. അതായത് ഇവിടെ പറയുമ്പോൾ കണക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സിംഗിളായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്, സെക്കൻഡ് സ്റ്റേജ് ഇതാണ്, തേർഡ് സ്റ്റേജ് ഇതാണ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന ശേഷം ഒരു ഫ്ലോ പോലെ പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ഇത് പിക്ക് ചെയ്തു, ദെൻ ഈ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള പിയേഴ്സസ് ആർ ദെൻ ട്രാൻസ്പോർട്ടഡ് ടു ദ ഫാക്ടറീസ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു വാഷിംഗ്, അല്ലെങ്കിൽ ആർ വാഷ്ഡ് ബിഫോർ സബ്ജക്റ്റഡ് ടു ദ ക്വാളിറ്റി ചെക്കിങ്. അപ്പോൾ എന്താണ് ക്വാളിറ്റി, ഒറ്റയടിക്ക് പറയുന്നത് ട്രാൻസ്പോർട്ട് ചെയ്തു, അതിനെ വാഷ് ചെയ്തു, ആ വാഷ് ചെയ്യുന്ന ഇതെന്ത് ചെയ്യുന്നു, സബ്ജക്റ്റഡ് ടു ക്വാളിറ്റി ചെക്കിങ്. ദോസ് പിയേഴ്സ് വിച്ച് ആർ ക്വാളിഫൈഡ്, the quality checking അല്ലെങ്കിൽ quality check or quality assurance would be stored in the cold storage and the other ones would be എന്താണ് thrown away, അങ്ങനെ പറയാം. And the stored peers after the storage, the stored peers could be എന്താണ് would undergoes a weight check and grading system where all the peers are graded differently according to the weight and quality എന്ന് പറയാം അല്ലേ? ഓക്കെ, ക്വാളിറ്റി വെയ്റ്റും വെച്ചിട്ട് അതിനെ ഡിഫറെൻറ്റ് ഗ്രേഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദ ഗ്രേഡഡ് പിയേഴ്സ് ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഗ്രേഡിംഗ് ദ ഗ്രേഡഡ് പിയേഴ്സ് അല്ലെങ്കിൽ വെയ്റ്റഡ് പിയേഴ്സ് ആർ പീൽഡ് വിച്ച് ദെൻ സബ്ജക്റ്റഡ് ടു സ്ലൈസിങ് ഓർ കോണിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ വിച്ച് ആർ സബ്ജക്റ്റഡ് ടു സ്ലൈസിങ് ആൻഡ് റിമൂവൽ ഓഫ് കോൺസ് എന്ന് പറയാം. അപ്പോൾ ആ എത്ര ഫസ്റ്റ് ഇനീഷ്യൽ 8 സ്റ്റേജസ് പറഞ്ഞു. ഫസ്റ്റ് എന്താണ്, ഹാൻഡ് പിക്കിംഗ് ഓഫ് പിയേഴ്സ്. ഹാൻഡ് പിക്ക് ചെയ്തത് കൊണ്ട് കഴിഞ്ഞില്ല. ആ പിക്ഡ് പിയേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് വേർ എവർ ഇറ്റ് ഈസ്. ദെൻ
അവിടെ കൊണ്ട് കഴിഞ്ഞു ഇല്ല, all those collected അല്ലെങ്കിൽ transported peers are washed before subjected to അല്ലെങ്കിൽ before undergoing a quality check. ഒരു ക്വാളിറ്റി ചെക്കിന് മുമ്പായിട്ട് അതിനെ വാഷ് ചെയ്യുന്നു. ദെൻ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അതിൽ ക്വാളിഫൈ അല്ല, ക്വാളിറ്റി ചെക്ക് ഓവർകം ചെയ്ത, അതായത് ബെറ്റർ ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി പിയേഴ്സസ് ആർ സ്റ്റോർഡ് അണ്ടർ എ കോൾഡ് സ്റ്റോറേജ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. യു ക്യാൻ ആഡ്, പക്ഷേ അതുമായിട്ട് മെൻഷനായി നിൽക്കുന്ന അൺനെസസറി ആയിട്ട് ആഡ് ചെയ്യരുത്, ബട്ട് റിലേറ്റഡ് ടു ദ സബ്ജക്റ്റ് വേർഡ്സ് ആഡ് ചെയ്യുക. കോൾഡ് സ്റ്റോറേജ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വുഡ് ബി എ സർട്ടൻ ടെമ്പറേച്ചർ. സോ അങ്ങനെ ടെമ്പറേച്ചർ എടുത്ത് പറയാൻ പറ്റത്തില്ല എങ്കിൽ സർട്ടൻ ടെമ്പറേച്ചർ എന്ന് പറയാം. സോ ദർ വുഡ് ബി അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ തന്നെ വേണമെങ്കിൽ പറയാം ദോസ് പിയേഴ്സ് വിച്ച് ഡിഡിൻ എന്താണ് ക്വാളിഫൈഡ് വുഡ് ബി ത്രോൺ അവേ, അല്ലേ? ക്വാളിഫൈ ആയത് സ്റ്റോർ ചെയ്യും, ക്വാളിഫൈ ചെയ്യാത്തതിനെ ത്രോ ചെയ്യും. ഓക്കെ, സ്റ്റോറേജിലിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർഡ് പിയേഴ്സ് വുഡ് ബി ദെൻ എന്താണ് വെയ്ഡ് ആൻഡ് ഗ്രേഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ബേസ്ഡ് ഓൺ ദ വെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റി. ഓക്കെ, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ദെൻ എന്താണ് ഗ്രേഡഡ് ആയി. ഓക്കെ, ഗ്രേഡഡ് പിയേഴ്സ് ആർ ദെൻ പീൽഡ് ആൻഡ് സ്ലൈസ്ഡ്, അല്ലേ? പീലിംഗ് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ സ്കിൻ റിമൂവൽ, പീൽ ചെയ്തു. ദെൻ ആ സ്ലൈസ്ഡ് ഓർ കോൺഡ്, അതിൻ്റെ ഉള്ളിലെ സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. ബിഫോർ എന്താണ് ക്യാനിങ്. സോ ക്യാനിങ് ഈസ് ദ മെയിൻ പ്രോസസ് ഹിയർ. ഇവിടെ എന്താണ് ക്യാൻഡ് ഫ്രൂട്ടിൻ്റെ പ്രൊഡക്ഷനാണ്. സോ ബിഫോർ ക്യാനിങ് ദ പിയേഴ്സ്. ഓക്കെ, ക്യാൻ ചെയ്തത് കൊണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞു ഇല്ല, ദർ ആർ ഡിഫറെൻറ്റ് പ്രോസസ്സ് ആഫ്റ്റർ ദാറ്റ്. സോ ക്യാനിങ് കഴിഞ്ഞു. സോ ആഫ്റ്റർ ദ ക്യാനിങ് പ്രോസസ് എന്താണ് ദ ക്യാൻ പിയേഴ്സ് അല്ലെങ്കിൽ ദ ക്യാൻ ഈസ് ബീങ് സീൽഡ്, സീൽ ചെയ്തു. ദെൻ ദ സീൽഡ് ബോട്ടിൽസ് അല്ലെങ്കിൽ സീൽഡ് ക്യാൻസ് ആർ കുക്ക്ഡ്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ സ്റ്റെറിലൈസിങ്, റൈറ്റ്? സ്റ്റെറിലൈസ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണ്? കുക്ക് ചെയ്യുന്നു ആൻഡ് സ്റ്റെറിലൈസർ. സോ ക്യാൻ ചെയ്യുന്നതിന് മുമ്പ് കുക്ക് ചെയ്യായിരുന്നു, ബട്ട് കുക്ക് ചെയ്യുന്നു, ക്യാൻ ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ അവിടെ ഒരു ഒപ്പീനിയൻ പറയണോ, ഇന്ന കാരണം കൊണ്ടാവാം ഇതങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് കുക്ക് ചെയ്ത് ക്യാൻ സീലായതിനു ശേഷം കുക്ക് ചെയ്ത്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. വി കാനോട്ട് അസ്യൂം ഇന്ന റീസൺ കൊണ്ടാവാം ക്യാൻ സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുക്ക് ചെയ്തത്, അങ്ങനെയൊന്നും നമുക്ക് അസ്യൂം ചെയ്തിട്ട് നമ്മുടെ അസംഷൻസ് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ എന്താണ് സീൽ ചെയ്തു, ഇവിടെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ടിൽ എന്താണ് ക്യാനിങ്, സീലിംഗ്, കുക്കിംഗ് ഓർ സ്റ്റെറിലൈസിങ്. സോ യു ജസ്റ്റ് മെൻഷൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് വാട്ട് ദ ഓർഡർ, ആ ഓർഡറിൽ എന്താണ് നടക്കുന്നത് ആ കാര്യം മാത്രം ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അസംഷൻസ് മെൻഷൻ ചെയ്യാൻ കാര്യം ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം അതങ്ങനെ ക്യാൻ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തതെന്ന് പറയാതിരിക്കുക. സോ അവിടെ നടത്തുന്ന പ്രോസസ്സ് സീൽ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തു. സോ അത്രയും മെൻഷൻ ചെയ്യുക, ആ തന്നിരിക്കുന്ന കാര്യം ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ആഫ്റ്റർ സ്റ്റെറിലൈസിങ് ദ പ്രൊഡക്റ്റ് ഈസ് ബീങ് ലേബിൾഡ്. ലേബിൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് നെയിം, കമ്പനിയുടെ നെയിം, പ്രൊഡക്റ്റ് എന്താണ്, അങ്ങനത്തെ ലേബിളിങ്. സോ ഈസ് ബീങ് ലേബിൾഡ് ആൻഡ് എന്താണ് ലേബിൾ ചെയ്യുന്നതോടെ അവിടെ ഒരു കാര്യം കഴിഞ്ഞു, ഫൈനൽ പ്രൊഡക്റ്റായി. സോ ഇവൻച്വലി അല്ലെങ്കിൽ എന്താണ് ഇവൻച്വലി ദ പ്രൊഡക്റ്റ് ഈസ് ബീങ് ലേബിൾഡ് ആൻഡ് അല്ലെങ്കിൽ ഇവൻച്വലി ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ലേബിൾഡ് പറയാം. ഓക്കെ, പ്രൊഡക്റ്റ് ഇവിടെ പ്രൊഡക്ഷൻ എന്നൊരു ആക്ടിവിറ്റി കഴിഞ്ഞ് ഈ ഒരു കേസിൽ. സോ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഇനി എന്താണ്, ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളുള്ള, ഒന്ന് സ്റ്റോറേജ്. സോ ദ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ദ ക്യാൻ പിയേഴ്സ് ആർ സ്റ്റോർഡ് ബിഫോർ വാട്ട് ഡിസ്പാച്ച് ടു ദ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഷോപ്പ്. സോ അങ്ങനെ നമുക്ക് എൻഡ് ചെയ്യാം. സോ ദ മേജർ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വുഡ് യു സെപ്പറേറ്റ് ദ ബോഡി പാരഗ്രാഫ്? സോ എൻ്റെ രണ്ട് ബോഡി ഗ്രാഫിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ബട്ട് ഹൗ വുഡ് യു സെപ്പറേറ്റ് ദ ബോഡി പാരഗ്രാഫ്? ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാം? പല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. സ്റ്റിൽ പ്രീ പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു 3 ബോഡി പാരഗ്രാഫ് ആക്കാം. പാരഗ്രാഫ് എന്ന് പറയത്തില്ല, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ഡിസ്പാച്ച് ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പ്രൊഡക്ഷനാണ്. സോ അതിനൊരു തേർഡ് ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ഒറ്റ സിംഗിളായിട്ട് എഴുതാം. സിംഗിൾ സെൻറ്റൻസിൽ പറയാം എന്താണ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ബീങ് സ്റ്റോർഡ് ബിഫോർ ഡിസ്പാച്ചിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോഴ്സ്. സോ സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് സെപ്പറേറ്റ് എഴുതാം. കാരണം അതെന്താണ് പോസ്റ്റ് പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സ്റ്റേജസ് ആണ്. സോ അത് സെപ്പറേറ്റ് ആക്കാം. സോ പ്രീ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും സ്റ്റേജസ്?
ഹാൻഡ് പിക്കിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, വാഷിംഗ്, ക്വാളിറ്റി ചെക്ക്, കോൾഡ് സ്റ്റോറിങ്, വെയിങ്, ഗ്രേഡിംഗ്, പീലിംഗ്, സ്ലൈസിങ്, ക്യാനിങ്, സീലിംഗ്, കുക്കിംഗ്. സോ ഇതിൽ എവിടെ വരെ ആയിരിക്കും പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജസ്? So let's say that it's up to ഗ്രേഡിംഗ് വരെ എന്ന് പറയാം. അതിന് ശേഷമാണ് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത് അല്ലേ. അതിന് ശേഷമാണ് അതിനെ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പീൽ ചെയ്യുന്നു, സ്ലൈസ് ചെയ്യുന്നു, ക്യാൻ ചെയ്യുന്നു, സീൽ ചെയ്യുന്നു, സ്റ്റെറിലൈസ് അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ബോഡി പാരഗ്രാഫ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ പ്രീ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജസ് ലൈക്ക് ഹാൻഡ് പിക്ക് ചെയ്യുന്നു, ദെൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ക്വാളിറ്റി ചെക്ക്, കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുന്നു, ക്വാളിറ്റി ചെക്ക് ക്വാളിഫൈ ചെയ്ത പിയേഴ്സ് അല്ലാത്തതിനെ ത്രോൺ ഔട്ട്, വെളിയിലേക്ക് കളയുന്നു, ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് പാസ്സാകത്തിനെ കളയുന്നു. ഓക്കെ, ദെൻ അതിനെ ഗ്രേഡ് ചെയ്യുന്നു അതിൻ്റെ വെയിറ്റും ക്വാളിറ്റി അനുസരിച്ച്. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞെങ്കിൽ കൂടെ പല ക്വാളിറ്റി പ്രൊഡക്റ്റ് കാണും. സോ അതിൻ്റെ വെയിറ്റും ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്നു. സോ അത്രയും നമുക്ക് പ്രീ ക്വാളിറ്റി പറയാം, അല്ല പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജസ് എന്ന് പറയാം. സോ ആഫ്റ്റർ ഗ്രേഡിങ് ആൻഡ് വെയിങ് ആണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ദെൻ സ്റ്റാർട്ട് ടു പ്രിപ്പയർ ദ പ്രൊഡക്റ്റ്, അതായത് ആ ഒരു പിയറിനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും പ്രൊഡക്ഷന് വേണ്ടി. ഫസ്റ്റ് എന്താണ് പീലിംഗ്, ദെൻ സ്ലൈസിങ് ഓർ കോറിങ്. കോറിങ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറിഞ്ഞ് നീറ്റാക്കുന്നു. സ്ലൈസിങ് എന്ന് പറയുമ്പോൾ അതിനെ സ്ലൈസ് ചെയ്തെടുക്കുന്നു. ദെൻ എന്താണ് ക്യാനിങ്. ഓക്കെ, ദെൻ ക്യാനിങ് കഴിഞ്ഞ് സീൽ ചെയ്യുകയാണ്. ക്യാൻ ചെയ്ത പ്രൊഡക്ട്സിനെ സീൽ ചെയ്യും. ദെൻ കുക്കിംഗ് ആൻഡ് സ്റ്റെറിലൈസിങ്. ആൻഡ് സോ ഓൾറെഡി പ്രൊഡക്റ്റായി ഫൈനൽ ടച്ച് എന്ന് പറയുന്നതാണ് ലേബലിംഗ്. സോ ലേബലിംഗ് കഴിഞ്ഞതോടെ ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് കംപ്ലീറ്റ്. എന്താണ് ക്യാൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ലേബലായി, അതിൻ്റെ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് അതിൽ ഓൾറെഡി ലേബിൾഡായി. അപ്പോൾ പ്രൊഡക്റ്റ് കംപ്ലീറ്റഡ് ആയി. സോ പ്രൊഡക്ഷൻ ഈസ് ഓവർ. ദെൻ എന്താണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജസ് ആണ്. അതെന്ന് പറയുമ്പോൾ മെയിൻലി 2 സ്റ്റേജസ് ആണുള്ളത്, സ്റ്റോറേജ് ആൻഡ് ഡിസ്പാച്ച്. അപ്പോൾ ബോഡി പാരഗ്രാഫ് ഇങ്ങനെ 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. 3 പറയാൻ പറ്റത്തില്ല എങ്കിലും കൂടെ 3 ആവും. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. സോ ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ പ്രൊഡക്ഷൻ്റെ കേസസിൽ ബോഡി പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്യുക. അതായത് സ്റ്റേജസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുക, എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ. ഇപ്പോൾ ഈ ഒരു കേസിൽ കുറേ സ്റ്റെപ്സാണ് അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ആണ്. അപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ നോക്കുക. ഇവിടെ പ്രീ പ്രൊഡക്ഷൻ ഏതാ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഏതാ, പ്രൊഡക്ഷൻ ഏതാന്ന് പറഞ്ഞില്ല, പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലെ ട്രെൻഡ്സ് എന്ന് പറയുന്നത് അതാണ്. ഒരു ഗ്രൂപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനെ ഒരുമിച്ച് ഒരു ബോഡി പാരഗ്രാഫിലേക്ക് ആക്കാൻ നോക്കുക. സ്റ്റിൽ ബിവെയർ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഓർഡർ. ഈ 2 കാര്യങ്ങളും പ്രോസസ്സിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ചെയിൻ ഓഫ് ആക്ഷൻസ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന കാര്യത്തിൽ കണക്ഷൻ വേണം. കൊഹിഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രോസസ് ഡയഗ്രാം. അതായത് ഐഡിയയിൽ കണക്ടിവിറ്റി എന്നത് റിയലി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ്സിൻ്റെ കേസിൽ. അപ്പോൾ ഡു യു ഗൈസ് ഹാവ് എനി ഡൗട്ട് റിഗാർഡിങ് പ്രോസസ് ഡയഗ്രാം? പ്രോസസ് ഡയഗ്രാം ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ഫിഗറിൻ്റെ കേസസിൽ, ഈ ഒരു ഡയഗ്രാം അല്ല ഈ ഫ്ലോ ചാർട്ടിൻ്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രോസസ് ഡയഗ്രാം എങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇൻട്രൊഡക്ഷൻ സിമിലർ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനെ റീഫ്രേസ് ചെയ്ത് എഴുതുക. അതായത് ഈ ഒരു ഡയഗ്രാം എന്താണ്, അതിലെന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഓവർവ്യൂവിൻ്റെ കേസിൽ വരുമ്പോൾ യൂഷ്വലി എത്ര സ്റ്റേജസ്, ഇവിടെ ഒരുപാട് സ്റ്റേജസ് ഉള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ സ്റ്റേജസ് എന്ന് പറയുന്നു. ദെൻ ഇനിഷ്യൽ സ്റ്റേജ് ഏതാണ്, ഫൈനൽ സ്റ്റേജ് ഏതാണ്, അങ്ങനത്തെ ഒരു രീതിയിൽ ഓവർവ്യൂ എഴുതാൻ ശ്രമിക്കുക. ദെൻ ബോഡി പാരഗ്രാഫ് വരുമ്പോൾ ഡിസ്ക്രൈബ് ദ പ്രോസസ്സ്. കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടൊരു ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് പാരഗ്രാഫ് ആക്കാൻ നോക്കുക. ഇറ്റ്സ് ബെറ്റർ. അല്ല എങ്കിൽ ഓക്കെ. ബോഡി പാരഗ്രാഫിൻ്റെ കേസിൽ വരുമ്പോൾ അൺലൈക്ക് ഗ്രാഫ് ഓർ ചാർട്ട്, ഈ ഒരു കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ സ്റ്റെപ്സ് ഇനിഷ്യലി ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനെ അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പിയേഴ്സ് ആർ ഹാൻഡ് പിക്ഡ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഹാൻഡ് പിക്കിംഗ് ആണ് ഫസ്റ്റ് പറഞ്ഞ പ്രോസസ്സ്. അല്ലെങ്കിൽ എന്താണ്, പിയേഴ്സ് ആർ പിക്ഡ് ബൈ ഹാൻഡ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫസ്റ്റ്
at the beginning. So ഇങ്ങനത്തെ phrases യൂസ് ചെയ്യുമ്പോൾ അതൊരു ബിഗിനിങ് സ്റ്റേജ് ആണെന്ന് മനസ്സിലാകും. ഫസ്റ്റ് ഓഫ് ഓൾ the peers are being picked. Then this hand picked peers are transported to the factories അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ വെയർഹൗസസ് wherever it is. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം ഫാക്ടറീസിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വെയർഹൗസസ് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ട്രാൻസ്പോർട്ടിങ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. സോ ട്രാൻസ്പോർട്ടഡ് പിയേഴ്സ് ആർ ദെൻ വാഷ്ഡ് ബിഫോർ എന്താണ് ഒരു ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ദ ട്രാൻസ്പോർട്ടഡ് പിയേഴ്സ് ആർ ദെൻ വാഷ്ഡ് ബിഫോർ ക്വാളിറ്റി ചെക്കിങ്. സോ ഇവിടെ എന്താണ് വാഷിംഗ് ആൻഡ് ക്വാളിറ്റി ചെക്കിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ക്വാളിറ്റി ചെക്കിന് മുമ്പായിട്ട് ഈ ട്രാൻസ്പോർട്ട് ചെയ്ത പിയേഴ്സിനെ നമ്മൾ വാഷ് ചെയ്യുന്നു. സോ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേജസ് കണക്ട് ചെയ്ത് എഴുതാനും നോക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാൻഡ് പിക്കിംഗ് എന്ന പ്രോസസ്സ് ആണെങ്കിൽ കളക്ഷൻ ഓഫ് പിയേഴ്സ്. ദെൻ എന്താണ് ദ കളക്റ്റഡ് പിയേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ്. ഓക്കെ, ദ ട്രാൻസ്പോർട്ടഡ് പിയേഴ്സ് ആർ ദെൻ വാഷ്ഡ് ബിഫോർ ക്വാളിറ്റി ചെക്ക്. സോ അഗെയിൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതൊക്കെ കണക്റ്റേഴ്സ് ആണ് പ്രോസസ്സിൻ്റെ കേസസ് വരുമ്പോൾ. ഓക്കെ, ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞു. ദെൻ ആഫ്റ്റർ ക്വാളിറ്റി ചെക്ക് ദോസ് പിയേഴ്സ് അല്ലെങ്കിൽ പിയേഴ്സ് വിച്ച് പാസ് ക്വാളിറ്റി ചെക്ക് അല്ലെങ്കിൽ പ്രോസസ് വുഡ് ബി സ്റ്റോർഡ് ഇൻ എ കോൾഡ് സ്റ്റോറേജ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. പറയാമല്ലോ, ക്വാളിറ്റി ടെസ്റ്റ് പാസ് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ സ്റ്റോർ ചെയ്യത്തുള്ളൂ. സോ ക്വാളിറ്റി ടെസ്റ്റ് പാസ് ആയതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ചെക്ക് ആവാത്തതിനെ അല്ലെങ്കിൽ പാസ് ആവാത്തതിന് എന്താണ് ദോസ് വിച്ച് ആർ നോട്ട് ക്വാളിഫൈഡ് വുഡ് ബി ത്രോൺ അവേ. അപ്പോൾ അത്രയും പറഞ്ഞു. ഇനി എന്താണ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ പ്രീ പ്രൊഡക്ഷനാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്. ആൻഡ് എന്താണ് ദ സ്റ്റോർഡ് പിയേഴ്സ് വുഡ് ബി ദെൻ എന്താണ് ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദെയർ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ടു ദെയർ വെയ്റ്റ് ആൻഡ് ക്വാളിറ്റീസ്. സോ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു കേസിൽ എങ്ങനെയാണ് ബോഡി കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഐ തിങ്ക് ഈ ഒരു കേസിൽ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ കണക്റ്റേഴ്സിൻ്റെ യൂസേജ് സിമ്പിളാണ്. ഫസ്റ്റ് ഒരു സെറ്റാണ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് അല്ല, സിമ്പിൾ. ഓക്കെ, ഇവിടെ നമുക്ക് ടെൻസസ് ഒന്നും തന്നിട്ടില്ല. സോ പ്രസൻറ്റ് ടെൻസ് ആണ്, പക്ഷേ പാസീവ് ആക്കി എഴുതുക. സിമ്പിൾ പ്രസൻറ്റ് അല്ല, കുറച്ച് പാസീവ് ആക്കി എഴുതുക. നമുക്ക് കളക്റ്റിംഗ് അല്ലെങ്കിൽ കളക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഹാസ് കളക്റ്റഡ് എന്നാണ് പറഞ്ഞത്, ഹാഡ് കളക്റ്റഡ് എന്നല്ല. ടോട്ടലി പാസ്റ്റ് ടെൻസ് അല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബോഡി പാരഗ്രാഫിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ദെൻ ആഫ്റ്റർ ദിസ് ഓർ ആഫ്റ്റർ ദാറ്റ് ഫോളോയിങ് ദിസ് അല്ലെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് അങ്ങനെയൊക്കെ കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ്സിൽ നമ്മൾ ഇവൻറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റേജസിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡു യു ഗൈസ് ഹാവ് എനി അതർ ഡൗട്ട്? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ വേറെ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ലൈവിൽ വേറൊരു ടൈപ്പ് ഓഫ് ഗ്രാഫ് റൈറ്റിംഗ് നോക്കാം. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.